പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകം 21:4 അവിടെ വലിയൊരു കാര്യമാണ് പറയുന്നത്. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അത് ശരിയാണല്ലോ അല്ലേ? നമുക്ക് ഒരു ഭീകരപ്രവർത്തകർ വന്നു, അല്ലെങ്കിൽ അക്രമം വന്നു, നമ്മളുടെ ശരിക്കും അത് ധനം നശിപ്പിക്കും. ഏത് രാഷ്ട്രത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ അല്ലേ? ഉക്രൈൻ യുദ്ധം, അല്ലെങ്കിൽ പലസ്തീൻ്റെ ഭീകരത, ഇതെല്ലാം ശരിക്കും ധനം നശിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നത് അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരും. ഭീകരതയും അക്രമവും ഒരു ദേശത്തെ എങ്ങനെ നശിപ്പിക്കുന്നു, അതുപോലെ ഒരു അഹങ്കാരി അവനെ നശിപ്പിക്കും, അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കും. അവനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഭയങ്കരമായ അസ്വസ്ഥത. അതായത് ഭീകരതയും അക്രമവും ഈസ് ഈക്വൽ ടു അഹങ്കാരി എന്നാണ് അവിടെ വേണം നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ആരും സമ്മതിക്കാത്തൊരു കാര്യമാണ്, എനിക്ക് അഹങ്കാരം ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ചില സോഫ്റ്റ് കോർണറിൽ നമുക്ക് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പം അറിയാം എങ്ങനെയുണ്ട്. എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് വികാരിച്ചൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അത് ശരിയായില്ല അല്ലേ, അങ്ങനെ ഒരു സാധനം. അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി അസോസിയേഷൻ കൂടുന്ന സമയത്ത് എന്നാലും എന്നെക്കുറിച്ചൊരു പ്രസിഡൻ്റ് ഒരു വാക്ക് എന്നെക്കുറിച്ച് മിണ്ടിയില്ലല്ലോ. അതായത് നമ്മൾ ചില സമയത്ത് ഈ സാധനം ഉണ്ടോ എന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ഈ അഹങ്കാരം ചെറിയ തോതിൽ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് അളവ് കൂടുന്തോറും കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും ഈ അഹങ്കാരം. കാരണം മൂലപാപങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. അല്ല, അപ്പോൾ എനിക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് പിശാചം ഇവിടെ കൂടെ ഉണ്ടെന്നാണ്. നമുക്ക് എത്ര അതിൻ്റെ ഗ്രാവിറ്റി ഏതാണ്ട് നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, നമുക്കും നല്ലത്, നമ്മുടെ കൂടെയുള്ളവർക്കും നല്ലത്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അഹങ്കാരം എന്ന ഒരു മൂലപാപത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.